ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഇന്ന് എൻ്റെ ഒരു ദിവസമാണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോണത്. അപ്പം അതാ ഞങ്ങൾ രാവിലെ നീച്ചതായിരുന്നു. അപ്പം അത് മക്കളും നീച്ചിട്ടുണ്ട്. സാധാരണ ദിവസങ്ങളിൽ ഓല് വിളിച്ച് നീപ്പിക്കൽ കുറച്ച് ടാസ്ക്കാണ്. മോന് വേഗം നീക്കൂട്ടോ, പക്ഷെ മോള് നീക്കാൻ കുറച്ച് പണിയാണ്. അങ്ങനെ അത് നീച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഇതൊക്കെ പോകാൻ വേണ്ടിയാണ്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉമ്മൊക്കെ തന്നിട്ടാട്ടോ പോണത്. അതിൻ്റെ ശേഷം ഇതാ അവൾക്ക് മദ്രസക്ക് പോകാണ്ടല്ലോ. അപ്പം ഞാൻ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടീനു. അങ്ങനെ അതൊക്കെ കറിയാക്കിയിട്ടുണ്ടായിനു. പിന്നെ ഇന്നലത്തെ പൊറാട്ട ഒന്ന് രണ്ടെണ്ണം ബാക്കി ഉണ്ടായിനു. അപ്പോൾ ഞാൻ കുറച്ച് ദോശയും ചുട്ടു കേട്ടോ, കുറച്ച് അരി വെള്ളത്തിലിട്ടിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചോളൂ മദ്രസക്കൊക്കെ പോയി തിരിച്ചു വന്നു കേട്ടോ. അപ്പോഴത്തേന് എൻ്റെ അലക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്ന് കുറച്ചൊരു വെയിലുള്ള ദിവസമായതുകൊണ്ട് ഞാൻ കുറച്ച് തുണികളൊക്കെ പുറത്തേക്ക് എടുത്തിട്ടേനു കേട്ടോ. പിന്നെ ഓള് വന്ന് മാറ്റിയിട്ട് ഓല് രണ്ടാളെയും പറഞ്ഞയച്ചതിന് ശേഷം പിന്നെ ഇതാണ് കേട്ടോ അവസ്ഥ. അങ്ങനെ എല്ലാം റെഡിയാക്കാൻ വേണ്ടിയാണ് നിൽക്കുകയാണ്. നമ്മൾ കൈ കൊണ്ട് ഞൊടിച്ചെഴുതി കാര്യമില്ലല്ലോ, നമ്മളിരുന്ന് പണിയെടുക്കുക തന്നെ വേണ്ടേ. അപ്പോൾ ഞാൻ തുണികളൊക്കെ മടക്കി വെച്ച് ഉണങ്ങാത്തതും ഉണങ്ങിയതൊക്കെ സെപ്പറേറ്റ് ആക്കിയാണ്ട് അങ്ങനെ വെക്കുകയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ ഓല് പോയി കഴിഞ്ഞാൽ തന്നെ പകുതി സമാധാനമാണല്ലോ. പിന്നെ നമ്മൾ ആക്കത്തിന് അങ്ങനെ എടുത്താൽ മതിയല്ലോ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് ബെഡൊക്കെ വിരിച്ചിടാൻ വേണ്ടിയാണ് നിൽക്കുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് ഒരൊറ്റക്കായ പണിയൊക്കെ തീർന്നാൽ പിന്നെ ഒരൊറ്റക്കായ പോലത്തെ ഒരു ഫീലാണ്. വലിയ മൂഡില്ലാതെ എന്നിട്ട് ഇതൊക്കെ എടുക്കണത്. പക്ഷെ ഇപ്പം അത് വേറെ ആരും വന്ന് എടുക്കില്ലല്ലോ, നമ്മൾ തന്നെ എടുക്കണമല്ലോ. അങ്ങനെ തട്ടിക്കൊട്ടിയൊക്കെ വിരിച്ച് റെഡിയാക്കിക്കണേ. അതിൻ്റെ ഇടയിൽ മഴക്കാറുണ്ടോയെന്ന് നോക്കണുണ്ട് കേട്ടോ. മഴ പെയ്താൽ ഉണങ്ങിയ തുണികളും കൂടി നനയും. നല്ല ഉണങ്ങിയിട്ടില്ലെങ്കിൽ ഒരുമാതിരി സ്മെല്ല് കാരണം തുണികളൊക്കെ. അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടിട്ട് അടിച്ചുവരാൻ വേണ്ടിയാണ് നിന്നീനു കേട്ടോ. എല്ലാവരും കട്ടിൻ്റെ അടിയിലും പൊടി മാറാലൊക്കെ ഇക്കാറുണ്ടാവും. എൻ്റെ കട്ടിൻ്റെ അടിയിൽ നിന്ന് പാത്രങ്ങൾ ചട്ടകം അങ്ങനത്തതൊക്കെ ഉണ്ടൊക്കെ ഇട്ട് എൻ്റെ ചെക്കൻ്റെ പണിയാണ്. ഓരോ സാധനം കൊണ്ടിട്ട് കട്ടിലിൻ്റെ അടിയിലേക്ക് അങ്ങോട്ട് ഇട്ടേക്കും. അങ്ങനെ അടിച്ചവരൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഞാൻ ചോറിന് വെച്ചിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ മീൻ കറിയും മീൻ പൊരിച്ചതൊക്കെ തലേന്നത്തെ തന്നെ ഉണ്ടായിന്. അപ്പോൾ പിന്നെ ഇനി വൈകുന്നേരത്തിന് ഉണ്ടാക്കിയാൽ മതിയല്ലോ വിചാരിച്ചിട്ട് അതന്നെ ഉണ്ടായിന് കേട്ടോ. ഇവിടെ ഒരു കറിയൊക്കെ ഉണ്ടാക്കിയ 2 ദിവസത്തിനൊക്കെ ഉണ്ടാവും. എന്താ പറഞ്ഞാൽ ആരും അങ്ങനെ അധികം തിന്നൂലല്ലോ, പകൽ ഞാനല്ലേ ഒറ്റയ്ക്ക് ഉണ്ടാവുള്ളൂ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ കേൾക്കാനും. അതിൻ്റെ മുന്നേലൊക്കെ ഉണ്ടാക്കണം മുന്നേ കുറച്ചൊക്കെ ഞാൻ കേക്ക് വെച്ചിരുന്നു. അങ്ങനെ അടുപ്പും ഇതിനെയൊക്കെ തുടച്ചതിൻ്റെ ശേഷം പിന്നെ ഞാൻ പാത്രമൊക്കെ കുറച്ചുള്ളതിന് അപ്പോൾ അതൊക്കെ ഇങ്ങനെ കേക്ക് വൃത്തിയാക്കി വെച്ചു. പിന്നെ നമ്മളെ മണി പ്ലാന്റ് ഉണ്ടല്ലോ, അതിലൊക്കെ ഒന്ന് ആ ബോട്ടിലൊക്കെ ഒന്ന് വെള്ളം നിറച്ച് വെച്ചാണ്ട് പിന്നെ അടുക്കളൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തു കേട്ടോ. പിന്നെ ചൂടുവെള്ളം കുടിക്കാനുള്ളത് ഓൾക്ക് മാത്രം കൊണ്ടുപോകാനുള്ളത് എന്നും ഉണ്ടാവും അവിടെ. അപ്പം ഞാൻ അത് വേഗം അങ്ങോട്ട് വെച്ചതിൻ്റെ ശേഷം അടുപ്പൊക്കെ വൃത്തിയാക്കി പാത്രമൊക്കെ കേകിയതിൻ്റെ ശേഷം കുറച്ച് ചൂടുവെള്ളം കുടിക്കാൻ വേണ്ടി വെച്ചു കേട്ടോ. മക്കൾ പോയി കഴിഞ്ഞാൽ തന്നെ പിന്നൊരു മടുപ്പാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ ഇങ്ങനെ പാട്ടൊക്കെ വെച്ച് ഇങ്ങനെ ഒരു ഇങ്ങനെ ചെയ്താൽ വലിയ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര മടുപ്പാണ്, പണികളൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ. അങ്ങനെ കുഴപ്പമില്ലാതെ എല്ലാ പണികളൊക്കെ തീർത്ത് ചോറിനും വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ തുടക്കാൻ വേണ്ടിയാണ്ട് വെള്ളമൊക്കെ എടുത്ത് തന്നു കേട്ടോ. അങ്ങനെ തുടക്കാനുള്ള ചളികൾ ഉണ്ടാവുമോ ചോദിച്ചാൽ ഉണ്ടാവലില്ല. ഇപ്പോൾ പൊതുവെ കുട്ടികൾ സ്കൂൾക്ക് പോകുന്നതുകൊണ്ട് ചളിയൊക്കെ കുറവാണ്. എന്നാലും പിന്നെ നമുക്ക് പണി ഒരുങ്ങിയും തോന്നണമെന്നുണ്ടെങ്കിൽ തുടച്ചിടണം. തുടച്ച് വൃത്തിയായിട്ട് ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു എനർജി ആണല്ലോ. അങ്ങനെ തുടച്ചൊക്കെ ഡെയിലി തുടക്കൂട്ടെ ഞാൻ. ഇപ്പോൾ പിന്നെ എനിക്ക് ബാക്ക് പെയിൻ വന്നതിൻ്റെ ശേഷം പിന്നെ അധികം ഇങ്ങനെ ബക്കറ്റ് പൊന്തിക്കരുത് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ചില ദിവസങ്ങളിൽ ഇങ്ങനെ ഒന്ന് മടിക്കും. എന്നാലും പിന്നെ ഇക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അങ്ങനെ തുടച്ചിടും കേട്ടോ. വെള്ളമൊക്കെ എടുത്ത് തന്നാൽ അധികം ഭാരമൊന്നും പൊന്തിക്കാനൊന്നും പറ്റൂല. എന്നാലും പിന്നെ അങ്ങനെ അങ്ങോട്ട് സെറ്റാക്കി ഇടും. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ചോറിന് ഞാൻ ആദ്യം തന്നെ തിളപ്പിച്ച് വെച്ചിരുന്നു കേട്ടോ. ചോറ് വെച്ചിട്ടാണ് പിന്നെ ഞാൻ തുടക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ നിന്ന് ചോറ് ഊറ്റോളം പിന്നെ എന്തെടുക്കാന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ നിന്നപ്പോഴാണ് കറി ചൂടാക്കാനും മീൻ ചൂടാക്കാനൊക്കെ ഉണ്ടായിനി. അങ്ങനെ അതൊക്കെ ആക്കിയതിൻ്റെ ശേഷം പിന്നെ ഞാൻ എല്ലാം സെറ്റാക്കി ബാക്കിയുള്ള പാത്രങ്ങളും കൂടി അവിടെ കേക്ക് വെച്ചു കേട്ടോ. എൻ്റെ മെയിൻ പണി അവിടെ കിടക്കുന്നുണ്ട്. ഞാനൊരു ആവേശത്തിൻ്റെ പുറത്ത് ഇക്കൊല്ലത്തെ യൂണിഫോം ഞാൻ അടിച്ചോളാന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ അതൊക്കെ വെട്ടി അവിടെ വെച്ചിക്കണേ. ഒരു ഷിമ്മിയും പിന്നെ അതിക്കിടാനുള്ള ടോപ്പും കൂടി ഞാൻ അടിച്ച് വെച്ചിക്കണേ. ബാക്കി അവിടെ അടിക്കാൻ കിടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ അവിടെ ഉണ്ട് കിടക്കണേ. അതിൻ്റെ ശേഷം പിന്നെ ഞാൻ കുളിച്ച് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചോറൊക്കെ തിന്ന്
ആം, ചോറ് ഞങ്ങളിവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ടൈലർ ചേച്ചി, ആ ചേച്ചി വരും കേട്ടോ. തുണക്ക് ആരും ഇല്ലെങ്കിൽ എനിക്ക് ചോറ് തിന്നാൻ തന്നെ തോന്നലില്ല. അതൊക്കെ തിന്ന് കഴിഞ്ഞതിന് ശേഷം പിന്നെ 2 മണിയൊക്കെ ആയപ്പോൾ 3 മണിയൊക്കെ ആയപ്പോൾ ഞാൻ പിന്നെ അല്ല സോറി 3:30ഒക്കെ ആയപ്പോൾ ഞാൻ അംഗൻവാടി പോയിട്ട് അയാനുവിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ പിന്നെ ഞാൻ അടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേഗം ഇൻട്രസ്റ്റ് പോവും. ഞാൻ എന്തോ കട്ട് ചെയ്തുകൊണ്ടിരിക്കണതിൻ്റെ ഇടയിൽ തെറ്റിട്ടോ. അപ്പോൾ പിന്നെ ഇൻട്രസ്റ്റ് പോയിട്ട് ഞാൻ അതും വേണ്ടാച്ചു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ മോളും ഇക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓൾക്ക് ചോറ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഓല് ചോറും മീൻകറി മീൻ പൊരിച്ചതൊക്കെ കൂട്ടിയിട്ട് തിന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പാത്രം കഴുകിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് കഴുകിയേക്കണതിൻ്റെ ഇടയിൽ എൻ്റെ മാപ്പിള വന്നിട്ട് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ. മൂപ്പർക്കൊരു സ്വഭാവമുണ്ട്, പണി കഴിഞ്ഞ് വന്നാൽ ഒരു നുള്ളും നുറുമ്പ് ഇന്ന് ഇവിടുന്ന് പുറപ്പെട്ടത് മുതൽ എല്ലാ കാര്യവും പറയും കേട്ടോ. അതാണെന്നുണ്ടെങ്കിൽ നമ്മൾ കേട്ടാൽ മാത്രം പോരാ, മോളും വേണം. അതിന് ഇടയിൽ ഇങ്ങനെ തോണ്ടുന്നുണ്ട് മുഖത്തേക്ക് നോക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതാണ് ഈ വീഡിയോയിൽ കാണുന്നത്. എന്നും അങ്ങനെ തന്നെ കേട്ടോ, എന്ത് സംഭവം ഉണ്ടെങ്കിലും നമ്മളോട് പറയും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് എല്ലാം അടിച്ചു വാരിയൊക്കെ വൃത്തിയാക്കി പിന്നെയും അതിൻ്റെ ശേഷം ഞാനൊരു കൊതുക് തിരിയൊക്കെ കത്തിച്ചു. പിന്നെ കുറേ തുണികൾ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ മടക്കി വൃത്തിയാക്കി വെച്ചു. അപ്പം ഇക്ക പറഞ്ഞു ഇനി ചോറ് തിന്നാൻ കഴിയില്ല, അപ്പം നമുക്ക് രാത്രിക്കൊക്കെ എന്തെങ്കിലും ചായയും കടിയൊക്കെ ആക്കാമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പം തന്നെ നമുക്ക് പകുതി ആശ്വാസമായല്ലോ. പിന്നെ കുട്ടികൾ ആ നേരത്തെ തിന്നാൽ പിന്നെ തിന്നൽ കുറവാണ് കേട്ടോ. ചോറ് ഒരു 6 മണി 6:30ഒക്കെ ആവാൻ നേരമാണ് തിന്നത്. അപ്പം ഇനി വിശക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചായ എന്തെങ്കിലും ആക്കാൻ പറഞ്ഞതിന്. പിന്നെ കുട്ടികൾക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കണമല്ലോ വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ ചായ ആക്കിട്ടോ. അതിൻ്റെ ഇടയിൽ കടയിൽ പോയിട്ട് മുട്ടായി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടാളും തന്നെ കുട്ടികൾക്ക് കൊണ്ടുവന്ന മുട്ടായി തിന്നു. അതിൻ്റെ കരച്ചിലാണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ചായയും പിന്നെ ഓറിയോ ബിസ്ക്കറ്റ്, പാൽ കേക്ക് അങ്ങനത്തെ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ